കാണാൻ പോകുന്നത് 2015 റിലീസായ സ്പ്ലാഷ് സ്പ്ലാഷ് ലവ് എന്ന ഒരു കിടുക്കൻ കൊറിയൻ റൊമാൻറ്റിക് കഥയാണ്. ഇത് വളരെ രസകരമായ ടൈം ട്രാവലുള്ള ഒരു ഫാന്റസി ലവ് സ്റ്റോറി കൂടിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവള് ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് എത്തുന്നു, അതായത് രാജഭരണമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിലേക്ക്. അങ്ങനെ അവിടെ എത്തുന്ന അവൾ ഒരു രാജാവിനെ കണ്ടുമുട്ടുകയും ഇവർക്കിടയിൽ പ്രണയമുണ്ടാവുകയും ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഇവർ ടൈം ട്രാവൽ വഴി ഒന്നിച്ച് കണ്ടുമുട്ടിയെങ്കിലും അവർക്ക് പ്രണയിക്കാൻ സാധിക്കുമോ, അവരുടെ പ്രണയം സക്സസ് ആയോ, അവരൊന്നിച്ചോ എന്ന കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞ ഒരു കഥയാണിത്. അവരൊന്നിച്ചോ ഇല്ലയോ എന്നറിയാനായി നമുക്ക് കഥ കേട്ടാൽ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ഡാൻബിയാണ്. ഡാൻബി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവള് ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഈ ഉറക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്തൂടെ ഏതാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്ന്? അതെ, നിങ്ങളിൽ ഏറെ പേരും ഗസ് ചെയ്തത് ശരി തന്നെയാണ്. സബ്ജക്റ്റ് മറ്റൊന്നുമല്ല, കണക്ക്. ഡാൻബി ഉറങ്ങുന്നത് സാറ് കൈയോടെ പിടിക്കുന്നു. സാർ അവളെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പൊതുവെ ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങിയാൽ കണക്ക് മാഷ് എന്ത് ചെയ്യും? മുന്നോട്ട് വന്ന ബോർഡിലെ കണക്ക് സോൾവ് ചെയ്യാൻ പറയും അല്ലെ? അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നു. ഡാൻബിക്ക് ഒരു കണക്ക് കൊടുത്തിട്ട് സാർ അത് സോൾവ് ചെയ്യാൻ പറയുന്നു. പക്ഷെ ഉറക്കം തൂങ്ങിയ അവൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും? സാറിന്റെ വായിൽ നിന്ന് ഉറക്കം തൂങ്ങിയതിനും ക്ലാസ്സിൽ ശ്രദ്ധയില്ലാതിരിക്കുന്നതിനും ഒക്കെ കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്നു. വീട്ടിലെത്തിയാലും പഠിക്കണമെന്ന ചിന്തയൊന്നും ഡാൻബിക്കില്ല. അവൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കണം. അവള് പഠിക്കാതെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്ന ഡാൻബിയുടെ അമ്മ അവളെ വഴക്ക് പറയാണ്. ചുമ്മാ സമയം കളയാതെ കോളേജ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. ഡാൻബിയെ കൊണ്ട് എഴുതിപ്പിക്കാനായി അമ്മ ഉദ്ദേശിക്കുന്ന ആ ഒരു എൻട്രൻസ് എക്സാമിന് ശരിക്കുമുള്ള പേര് കോളേജ് സ്കോളസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ് എന്നാണ്. അമ്മയ്ക്ക് അവളെ എക്സാം എഴുതിപ്പിക്കാനുള്ള ശുഷ്കാന്തിയൊന്നും അവൾക്ക് ഈ എക്സാം എഴുതാനില്ല. കാരണം ഈ എക്സാം പാസ്സാവണമെങ്കിൽ മാത്സ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. കണക്കിന്റെ ABCD അറിയാത്ത താൻ ഈ എക്സാം ഒക്കെ എഴുതിയിട്ട് എന്തോ കാണിക്കാനാണെന്നാണ് ഡാൻബിയുടെ ചിന്ത. അങ്ങനെ ഡാൻബിയുടെ അമ്മ കാത്തിരിക്കുന്ന ആ ഒരു എൻട്രൻസ് എക്സാമിന്റെ ദിവസം വരുന്നു. ഡാൻബി അമ്മയുടെ നിർബന്ധത്തിന് എക്സാം എഴുതാൻ പോകാനായി ഒരുങ്ങി ഇറങ്ങുന്ന സമയം അമ്മ വീണ്ടും അവളെ ഓർമ്മിപ്പിക്കുകയാണ്, എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ടേ നീ മടങ്ങി വരാവുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ട ആകുന്നതായിരിക്കുമെന്ന്. ഡാൻബി ആ ശരിയെന്ന് പറഞ്ഞ് എക്സാം എഴുതാൻ പോകുന്നു. പക്ഷെ എക്സാം വെന്യൂവിന്റെ ഗേറ്റിന്റെ അടുത്ത് വന്നു നിൽക്കുന്ന അവളുടെ നെഞ്ച് പട ഇടിക്കുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ചെവിയിൽ അങ്ങ് മുഴങ്ങുകയാണ്. അമ്മയുടെ ഈ വാക്കുകൾ അവളെ കൂടുതൽ ടെൻഷൻ ആക്കുന്നു. അവൾക്ക് ഡിപ്രഷൻ പോലെ തോന്നി അവളെ എക്സാം എഴുതാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവൾ അങ്ങനെ ഒരു പാർക്കില് മരച്ചുവട്ടിലുള്ള ബെഞ്ചിലിരിക്കുന്ന സമയം എങ്ങനെ വീട്ടിലേക്ക് എക്സാം എഴുതാതെ തിരിച്ചു പോകുമെന്ന് അവൾക്കറിയില്ല. എക്സാം എഴുതാനും കഴിയില്ല. താൻ ഇവിടെ നിന്ന് ഒന്ന് അപ്രത്യക്ഷയായി പോയിരുന്നെങ്കിലെന്ന് അവള് ഉള്ളു നിറഞ്ഞ് ആഗ്രഹിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് മഴവെള്ളത്തിന്റെ ഒരു സ്പ്ലാഷ് സൗണ്ട് അവള് കേൾക്കുന്നു. അവൾ അവിടെ തളം കെട്ടി നിൽക്കുന്ന മഴവെള്ളത്തിലേക്ക് നോക്കുന്ന സമയം അവള് അതിലേക്ക് അപ്രത്യക്ഷയായി പോവുകയാണ്. ഇതൊരു റൊമാൻറ്റിക് കഥ മാത്രമല്ല, ഒരു ഫാന്റസി കഥയും കൂടിയാണ്. ഫാന്റസിയുടെ മായാലോകത്തേക്ക് ഈ കഥ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ആ വെള്ളത്തുള്ളികൾ ഡാൻബിയെ കൂട്ടിക്കൊണ്ടു പോയത് പണ്ട് കാലത്തെ ഒരു രാജവംശത്തിന്റെ ഭരണത്തിന്റെ അധീനതയിലുള്ള ഒരു നാട്ടിലേക്കാണ്. കടുത്ത വരൾച്ച മൂലവും പകർച്ചവ്യാധികൾ മൂലവും ആ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. ആ നാട്ടിൽ രാജാവിന്റെ മുന്നിൽ ജനങ്ങൾ അണിനിരുന്ന സമയത്താണ് ഡാൻബി പോലും അറിയാതെ അവൾ ഈ ഒരു പുരാതന കാലത്തേക്ക് എത്തിയപ്പോൾ അവിടെ രാജാവിന്റെയും അദ്ദേഹത്തിന്റെ പ്രജകളുടെയും ഒരു മീറ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്നതൊക്കെ കാണുന്ന അവർക്ക് വലിയ അത്ഭുതം. രാജാവ് ആരാണ് നീ എന്ന് ഡാൻബിയോട് ചോദിക്കുന്ന സമയം അവള് താൻ ഒരു ഗോസം ആണെന്ന് പറയുന്നു. ഇന്നത്തെ ഈ ഒരു മോഡേൺ കാലത്ത് ഗോസം എന്ന വാക്കിന്റെ അർത്ഥം ഹൈസ്കൂൾ വിദ്യാർത്ഥി എന്നാണ്. താനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെന്നാണ് ഡാൻബി ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പുരാതന കാലത്ത് ഗോസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിക്കാനായിട്ടാണ്. താനൊരു ഗോസമാണെന്ന് ഡാൻബി പറയുന്നത് കേൾക്കുന്ന അവരെല്ലാം ഇവളൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് കരുതുന്നു. ഇന്നത്തെ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഒന്നും അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ് നിൽക്കുന്നതെന്ന് കരുതി അവിടെ നിന്നവരെല്ലാം അവരുടെ കയ്യിലുള്ള ആയുധം ഡാൻബിക്ക് നേരെ ഉയർത്തുന്നു. ആ സമയം പണിപാളി താൻ ഉദ്ദേശിക്കുന്ന വാക്കിന്റെ അർത്ഥമല്ല ഇവര് മനസ്സിലാക്കിയത്, മറ്റെന്തോ ആണെന്ന് മാത്രം മനസ്സിലായ ഡാൻബി പെട്ടെന്ന് അവളുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ പുറത്തെടുക്കുന്നു. ഈ നാട്ടിലെ കൊടിയ വരൾച്ചയാണ്, അതിനെപ്പറ്റിയാണ് ഇവർ മീറ്റിംഗ് നടത്തി എങ്ങനെ അത് ഓവർകം ചെയ്യാമെന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ആദ്യം മനസ്സിലാക്കിയെടുത്ത ഡാൻബി അവരോടായി പറയാണ്, ഞാൻ മഴദേവതയാണ്, എന്റെ കോപം വെറുതെ വാങ്ങിച്ചു വെക്കരുതെന്ന്. അത് കേട്ടപാടെ അവിടെ ഉണ്ടായിരുന്ന പ്രജകളെല്ലാവരും ഡാൻബിയെ വണങ്ങുന്നു. അവര് വണങ്ങി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഡാൻബി അവിടെ നിന്ന്
മൂടുകയാണ്. അവൾ വേഗം പോയി കൊട്ടാരത്തിലെ ജോലിക്കാരിടുന്ന വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിലെ ഒരു സ്റ്റാഫായി ആൾമാറാട്ടം നടത്തി നിൽക്കുന്നുണ്ടെങ്കിലും അധികം വൈകാതെ അവൾ പിടിക്കപ്പെടുന്നു. കൊട്ടാരത്തിലെ പാർക്ക് എന്ന ഒരു ജോലിക്കാരൻ ഡാൻബിയെ പിടിച്ച് നേരെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ രാജാവിന്റെ പേര് ലീ എന്നാണ്. ലീ അദ്ദേഹത്തിന്റെ പടവാള് ഡാൻബിയുടെ കഴുത്തിൽ വെച്ച് അവളെ ഇപ്പൊ കൊല്ലുന്ന മട്ടിൽ നിൽക്കുകയാണ്. ഇവള് പറഞ്ഞതുപോലെ ഒരു മഴദേവത ഒന്നുമല്ല എന്ന് രാജാവിന് അറിയാമായിരുന്നു. രാജാവ് തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കുന്ന ഡാൻബി രാജാവിനോട് അപേക്ഷിക്കുകയാണ്, എന്റെ അറിവ് വെച്ച് എങ്ങനെയും ഞാൻ നിങ്ങളുടെ നാട്ടിലെ വരൾച്ച മാറ്റാനായി നിങ്ങളെ സഹായിക്കാമെന്ന്. അവള് കണക്കിനെയും സയൻസിനെയും പറ്റിയൊക്കെ ഓരോന്ന് സംസാരിക്കുന്നു. ഇത് പഴയ കാലഘട്ടമാണ്, ഇവിടെയുള്ളവർക്ക് ഇതൊന്നും അറിയില്ലെന്ന് കരുതിയാണ് അവൾ അതൊക്കെ പറയുന്നതെങ്കിലും ലീക്ക് കണക്കിലും സയൻസിലും വലിയ താല്പര്യമായിരുന്നു. അന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെക്കണമെങ്കിൽ അവര് കണക്കും സയൻസും നന്നായി അറിയണമെന്ന പക്ഷക്കാരനാണ് രാജാവായ ലീ. ഡാൻബിയുടെ അറിവ് പരീക്ഷിക്കാനായി ഒരു ചോദ്യം ലീ ഡാൻബിക്ക് കൊടുക്കുന്നു. ഡാൻബി നിമിഷ നേരം കൊണ്ട് അത് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ ഡാൻബി എഴുതാൻ ഉപയോഗിച്ച പേനയും മറ്റു കാര്യങ്ങളും ലീയെ വല്ലാത്ത കൗതുകത്തിലാക്കുന്നു. ഡാൻബിയെ കൊട്ടാരത്തിൽ നിയമിക്കാനും അവൾക്ക് പുതിയ പുതിയ അറിവുകളുണ്ട്, അത് എങ്ങനെയും പഠിച്ചെടുക്കണമെന്നും തീരുമാനിച്ച രാജാവ് അവളെ കൊട്ടാരത്തിൽ രാജാവിന്റെ ഒരു ടീച്ചർ എന്ന പൊസിഷനിൽ നിയമിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കൊട്ടാരത്തിലെ ഒരു സ്റ്റാഫായ ഡാൻബിക്ക് കൊട്ടാരത്തിലെ പുരുഷ ജോലിക്കാർ ഇടുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് ധരിക്കാൻ കൊടുക്കുന്നത്. കാരണം മുന്നേ താൻ ഒരു ഗോസം ആണെന്ന് ഡാൻബി പറഞ്ഞതിലൂടെ ഡാൻബി ട്രാൻസ്ജെൻഡർ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീയുടെ രൂപത്തിലുള്ള ഡാൻബി മുന്നേ ഒരു പുരുഷനാണെന്നാണ് ഇവരെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഡാൻബി അത് തിരുത്താനും പോകുന്നില്ല. അങ്ങനെ ഡാൻബി രാജാവിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഓരോ പാഠങ്ങളും ഓരോ സബ്ജക്റ്റുകളും ഒക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഡാൻബി സർവ്വസമയവും രാജാവിന്റെ അടുത്ത് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഈ രാജാവ് ക്രോണിക് ബാച്ചിലർ ആണെന്ന് കരുതണ്ട, ഇദ്ദേഹം കല്യാണം കഴിച്ചതാണ്. രാജാവ് ഡാൻബിയുടെ അടുത്തിരുന്ന് പഠിക്കുന്ന സമയം രാജാവിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് എത്തുന്നു. രാജാവിന്റെ ഭാര്യയെ കാണുന്ന ഡാൻബി ഇത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അതേ മുഖഷേപ്പാണല്ലോ എന്ന് ഞെട്ടിപ്പോകുന്നു. എന്തായാലും രാജാവിനും ഭാര്യയ്ക്കും അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. രാജാവ് ഭാര്യയുടെ അടുത്ത് നല്ല കാര്യമായി ഒന്നുമല്ല പെരുമാറുന്നത് എന്ന കാര്യം ഡാൻബി ശ്രദ്ധിക്കുന്നു. പിന്നീട് രാജാവ് ഭക്ഷണം കഴിക്കുന്ന സമയം അത് ശ്രദ്ധിക്കുന്ന ഡാൻബി അവളുടെ ബാഗിൽ ഉണ്ടായിരുന്ന നൂഡിൽസ് പോലെ ഇൻസ്റ്റന്റ് ആയി കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ഫുഡ് രാജാവിന് കഴിക്കാനായി കൊടുക്കുന്നു. ഇത് തന്റെ ഫേവറേറ്റ് ഫുഡാണ്, കഴിച്ചു നോക്കെന്നും പറഞ്ഞ് അവൾ നിർബന്ധിക്കുമ്പോൾ രാജാവ് അത് കഴിക്കുന്നു. നല്ല സ്വാദുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിലും രാജാവിന് അത് കഴിച്ചത് മൂലം വയറിളക്കം പിടിക്കുന്നു. അങ്ങനെ വയറിളക്കം എന്ന ആ ഒരു സബ്ജക്റ്റ് വന്നതുകൊണ്ട് തന്നെ ഡാൻബി രാജാവിന് ശരീരത്തെ പറ്റിയും ഓരോ അസുഖങ്ങളെ പറ്റിയും അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനെ പറ്റിയാണെങ്കിലും രാജാവിന് ക്ലാസ് എടുക്കുക, ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണല്ലോ ഡാൻബിയുടെ ജോലി. കൂടാതെ അവളെ കൃഷി ചെയ്യുന്നതിനെ പറ്റിയും വിവിധ തരം വിത്തുകളെ പറ്റിയും ഒക്കെ രാജാവിനെ പഠിപ്പിക്കുന്നുണ്ട്. സർവ്വസമയവും ഇവർ ഒന്നിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കുന്നത് കാണുന്ന രാജാവിന്റെ ഭാര്യ വളരെ അപ്സെറ്റ് ആവുന്നു. ഇവർ തമ്മിൽ ക്ലോസ് ആവുകയാണ്. രാജാവിന് തന്നോട് തീരെ താല്പര്യമില്ലെന്ന കാര്യം റാണിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഗോസം ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന രാജാവ് അവളോട് സംസാരിക്കുന്ന സമയം ഡാൻബി തനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ രാജാവ് ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവളെ വീണ്ടും ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. അവൾക്ക് കഴിക്കാനായി ഓറഞ്ചുകൾ കൊടുക്കുന്നു. കൂടാതെ ബോള് കളിക്കാനായി അവളെ പാടത്തേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കുറച്ചു നേരം രാജാവും ഡാൻബിയും ബോള് തട്ടി കളിച്ച ശേഷം ക്ഷീണിച്ച് പാടത്ത് കിടക്കുന്ന സമയം രാജാവിന്റെ കൈ അറിയാതെ ഡാൻബിയുടെ ചെസ്റ്റിൽ തട്ടുകയാണ്. ഡാൻബി ഒരു പുരുഷനാണെന്നാണ് ഇത്രയും നേരം രാജാവ് കരുതിയിരുന്നത്. ഇപ്പോൾ കൈ തട്ടുമ്പോഴാണ് അവൾ ഒരു പെണ്ണാണെന്ന കാര്യം രാജാവിന് മനസ്സിലാകുന്നത്. രാജാവ് തന്നെ നേരിട്ട് ഡാൻബിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് അറിയിക്കുന്നു. ഇതേ സമയം തന്റെ മകളെ അവളുടെ ഭർത്താവായ രാജാവ് കാര്യമായി ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രാജാവിന്റെ ഭാര്യയുടെ അച്ഛൻ ഈ കൂടോത്രമൊക്കെ ചെയ്ത് പൊടികളൊക്കെ സിനിമയിൽ ഓരോരുത്തർക്ക് കലക്കി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ഒരു പൊടി രാജാവിന് ഭക്ഷണത്തിൽ കലക്കി കൊടുക്കാനായി തന്റെ മകളെ ഏൽപ്പിക്കുന്നു. ഈ പൊടി ചേർത്ത ഭക്ഷണം രാജാവ് കഴിച്ചു കഴിഞ്ഞാൽ രാജാവ് തീർച്ചയായും നിന്നിൽ ആകൃഷ്ടനായി നിന്നെ ഒരുപാട് സ്നേഹിക്കുമെന്നാണ് അച്ഛൻ രാജാവിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേൾക്കുന്ന റാണി വളരെ സന്തോഷത്തിൽ ആ പൊടി രാജാവിന് ഫുഡിൽ മിക്സ് ചെയ്ത് കഴിക്കാനായി കൊടുക്കുന്നു. പക്ഷെ അബദ്ധവശാൽ ആ ഭക്ഷണം കഴിക്കുന്നത് ഡാൻബിയാണ്. ഇതാണെങ്കിൽ റാണി ഒട്ട് അറിഞ്ഞതുമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാജാവ് മുറിയിലിരിക്കുന്ന സമയം താൻ കലക്കി കൊടുത്ത ആ വശീകരണ പൊടിയുള്ള ഭക്ഷണമാണ്. രാജാവ് തന്നെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് പൊതിയുമെന്ന് കരുതി റാണി രാജാവിന്റെ മുന്നിൽ ചെന്ന് റൊമാൻറ്റിക്കായി ബിഹേവ് ചെയ്യാൻ നോക്കുമ്പോൾ രാജാവ് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ സമയം ഇവര് നിൽക്കുന്നിടത്തേക്ക് ഡാൻബി എത്തുന്നു. അവൾ ആ പൊടി കഴിച്ചതുകൊണ്ട് തന്നെ ആകെപ്പാടെ വീക്കായി കള്ളു കുടിച്ചതുപോലെ കുഴഞ്ഞാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഡാൻബിക്ക് വേണ്ടി വശീകരിച്ചെടുത്ത പൊടിയല്ലല്ലോ, ആള് മാറി കഴിച്ചതുകൊണ്ടാണ് ഇവൾ ഈ ഒരു ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്നത്. അങ്ങനെ ലഹരിയിൽ ഡാൻബി മറിഞ്ഞു വീഴാൻ
പോകുമ്പോൾ രാജാവ് അവളെ കയറി പിടിക്കുന്നു. ഇത് കാണുന്ന റാണിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്ന് ആ മുറി വിട്ടു പോവുകയാണ്. ഡാൻബി ആകെപ്പാടെ വയ്യാതിരിക്കുന്നത് കാണുന്ന രാജാവ് അവളെ മടിയിൽ കിടത്തി ആശ്വസിപ്പിക്കുന്നു. പിന്നീട് ഏറെ നേരം കഴിഞ്ഞ് ബോധം വരുമ്പോഴാണ് ഡാൻബി താൻ രാജാവിന്റെ മടിയിലാണ് കിടക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവള് ചാടി എണ്ണീറ്റ് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ രാജാവ് നേരിട്ട് അവളെ കൊണ്ടുപോകാമെന്ന് വീണ്ടും പറയുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ഡാൻബിയുടെ വീട്ടിലേക്ക് പോകാനായി നടക്കുന്ന സമയം രാജാവ് ഡാൻബിയോട് അവളുടെ സൗഹൃദം അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായെന്നും എന്നും തന്റെ സുഹൃത്തായി ഇരുന്നുകൂടെ എന്നും ചോദിക്കുന്നു. ആ സമയം ഡാൻബി അവളുടെ കണക്കിലും സയൻസിലുമുള്ള അറിവ് വെച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മഴ പെയ്ച്ചിട്ടേ താൻ ഈ ഒരു കിങ്ഡം വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുന്നു. പണ്ടൊക്കെ മഹർഷിമാരെ യാഗം ചെയ്ത് മഴ പെയ്ക്കില്ലേ, അതേപോലെ ഇവിടെ സയൻസ് മാക്സും ഉപയോഗിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മഴ പെയ്യിക്കാനായി ശ്രമിക്കുകയാണ്. എന്തായാലും സുഹൃത്തായി കൂടെ എന്ന് രാജാവ് ചോദിച്ച ചോദ്യത്തിന് ഡാൻബി അവളുടെ കയ്യിലിരുന്ന് അവള് ഒരു സ്മൈലി പോലെ വരച്ചു വെച്ച ഓറഞ്ച് രാജാവിന് മറുപടിയായി നൽകുന്നു. ഇവർ തമ്മിലുള്ള ഈ സംഭാഷണമെല്ലാം ഒരു ചാരൻ വഴി റാണിയുടെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ മകളുടെ കഞ്ഞിയിൽ പാറ്റയിടാനായിട്ട് അവതരിച്ച ഈ പുതിയ അവതാരത്തിനെ എങ്ങനെയും പുറത്താക്കണമെന്ന് കരുതി തൂക്കിലേറ്റാനായി ഡാൻബിയുടെ മേലിൽ ഓരോ കുറ്റങ്ങൾ ചുമത്തുകയാണ് അയാൾ. അങ്ങനെ അവളെ തൂക്കിലേറ്റാനായി അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജാവിന്റെ ഉത്തരവ് പ്രകാരം ഡാൻബിയെ മോചിപ്പിക്കാനായി പാർക്ക് വരുന്നു. തന്നെ രക്ഷിച്ചതിന് പാർക്കിനോട് ഡാൻബി നന്ദി പറയുന്ന സമയം രാജാവിന്റെ ഉത്തരവ് ഞാൻ നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പാർക്ക് മറുപടി കൊടുക്കുന്നു. രാജാവിന് ഇവിടുത്തെ വരൾച്ചയെല്ലാം മാറ്റി ഇവിടെ മഴ പെയ്ക്കണം, അതിന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, നിനക്ക് എന്നെ അതിൽ സഹായിച്ചൂടെ എന്ന് ഡാൻബി ചോദിക്കുമ്പോൾ പാർക്കും മഴ പെയ്യിക്കുന്ന കാര്യത്തിനും രാജാവിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനുമൊക്കെ ഡാൻബിയെ കണ്ണും പൂട്ടി സഹായിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഡാൻബി രാപകൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പണിയെടുക്കുന്നു. ഡാൻബി തളർന്നു കിടന്നുറങ്ങുന്നത് കാണുന്ന രാജാവ് അവളുടെ അടുത്ത് ചെന്ന് ഏറെ നേരം നോക്കി നിൽക്കുന്നു. തനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന കാര്യം അതിനോടകം രാജാവ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാവ് ഡാൻബിയുടെ ഓർമ്മയിൽ അന്ന് അവളുടെ കൂടെ പാടത്ത് കിടന്നതുപോലെ ഇങ്ങനെ തനിയെ പാടത്ത് കിടക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുന്നു. ഈ മഴ കാണുന്ന രാജാവിന് സന്തോഷമാകുന്നുണ്ടെങ്കിലും മഴ വന്നാൽ താൻ തിരിച്ചു പോകുമെന്ന് ഡാൻബി പറഞ്ഞ വാക്കുകൾ ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. രാജാവ് ഉടനെ തന്നെ ഡാൻബിയെ കാണാനായി പോകുന്നു. ഡാൻബി സാധാരണ ഉള്ള സ്ഥലത്ത് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവള് പോയി കാണുമോ എന്ന വിഷമത്തിൽ രാജാവ് നിൽക്കുമ്പോഴാണ് ഡാൻബി പോയിട്ടില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. ഡാൻബിയെ കണ്ടപാടെ രാജാവ് അവളെ ചെന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടം അവളോട് പറയുന്നു. ആ സമയം അങ്ങോട്ടേക്ക് പാർക്ക് വരുന്നു. ഡാൻബിയെ വീട്ടിലേക്ക് പാർക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പാർക്ക് ഡാൻബിയെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം പാർക്കിനോട് റാണിയുടെ അച്ഛനടക്കം ആ ഒരു നാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടുമിക്ക പ്രമുഖരും ഡാൻബിയെ കൊന്നുകളയാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൾ ഈ നാട് മുടിപ്പിക്കാൻ എത്തിയവളാണെന്നും അവളെ പോലെ ഒരു ഗോസമിനെ ഇവിടെ കൊണ്ടു നടന്നാൽ ഈ നാട് ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോകുമെന്നുമെല്ലാമാണ് അവർ പാർക്കിനോട് പറഞ്ഞത്. അങ്ങനെ ഡാൻബി പോലും അറിയാതെ ഡാൻബിയെ കൊല്ലാനായി പാർക്ക് ഡാൻബിയെ കാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതേ സമയം ഡാൻബി അപകടത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കുന്ന ലീ ഡാൻബിയെ രക്ഷിക്കാനായി കുതിരപ്പുറത്ത് പുറപ്പെടുന്നു. ലീ പുറപ്പെട്ട ശേഷം ലീയുടെ മുറി പരിശോധിക്കുന്ന ലീയുടെ ഭാര്യയ്ക്ക് ഡാൻബിയെ ലീക്ക് ഇഷ്ടമാണ് എന്നത് പ്രൂവ് ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ കിട്ടുന്നു. ആകെപ്പാടെ അവർ വിഷമത്തിലാവുന്നു. കൂടാതെ ലീ ഇപ്പോൾ ഡാൻബിയെ കാണാനാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവരും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇതേ സമയം കാട്ടിലെത്തിയ പാർക്ക് ഡാൻബിയുടെ നേരെ അവന്റെ വാൾ ഓങ്ങുന്നു. അവൻ ഡാൻബിയെ കൊന്നു എന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ഡാൻബിയെ അല്ല അവൻ ആക്രമിച്ചത്. ഡാൻബിയെ ആക്രമിക്കാനായി പാർക്കിന് പുറമെ റാണിയുടെ അച്ഛൻ പറഞ്ഞുവിട്ട ചില ഗുണ്ടകളെയായിരുന്നു. പാർക്ക് അവരെല്ലാം അടിച്ചോടിച്ച ശേഷം ഇവർ ഇങ്ങോട്ടേക്ക് വന്ന അവന്റെ കുതിരയെ ഡാൻബിക്ക് കൊടുത്തിട്ട് അവളോട് രക്ഷപ്പെട്ടു പോകാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡാൻബി കുതിരപ്പുറത്ത് മുന്നോട്ട് പോകുന്നു. പാർക്ക് തിരിച്ചു നടക്കുന്ന സമയം അവൻ വഴിയിൽ വെച്ച് റാണിയെ കാണുന്നു. റാണി രാജാവ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു അറിഞ്ഞ് വന്നതായിരുന്നല്ലോ. പാർക്കിനെ കണ്ടപാടെ റാണി പാർക്കിനെ അടിക്കുകയാണ്. രാജാവായ ലീക്ക് ഡാൻബി ഇഷ്ടമാണെന്ന കാര്യം പാർക്കിന് അറിയാമായിരുന്നു. അത് തന്നിൽ നിന്ന് മറച്ചു വെച്ചതിനാണ് റാണി പാർക്കിനെ അടിച്ചത്. കൂടാതെ പാർക്കും റാണിയും ബാല്യകാല സുഹൃത്തുക്കൾ കൂടിയാണ്. ഇവർക്കിടയിൽ വലിയ ജാതി വ്യത്യാസമുള്ളതുകൊണ്ട് ഇവർക്ക് പരസ്പരം പ്രണയമുണ്ടായിട്ട് പോലും ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജാവ് അവഗണിക്കുന്നതിന്റെ സങ്കടവും എല്ലാം കൂടി സഹിക്കാനാവാതെ റാണി പാർക്കിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു. ഇതേ സമയം പാർക്ക് കൊടുത്ത കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ഡാൻബി ഒരു ബീച്ചിന്റെ തീരത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ലീ വരുന്നു. ലീ ഡാൻബിയോട് സംസാരിക്കുകയാണ്. ഡാൻബിയെ ലീക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. അന്ന് അവർ ആ കടപ്പുറത്ത് സമയം ചെലവഴിക്കുന്നു. ഡാൻബി അവളുടെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും കാണിക്കുന്നു. മോഡേൺ വേൾഡിനെ പറ്റി ലീക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഡാൻബിയിൽ നിന്ന് മോഡേൺ വേൾഡിനെ പറ്റി പല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലീ തന്റെ നാട്ടിലും ഡേറ്റുകൾ ഉൾപ്പെടുന്ന കലണ്ടറുകളും അതേപോലെ മോഡേൺ കാലത്തുള്ള പോലത്തെ അല്ലറ ചില്ലറ മാറ്റങ്ങളും കൊണ്ടുവരുമെന്ന് ഡാൻബിയോട് പറയുന്നു. കൂടാതെ തങ്ങളുടെ നാട്ടിലെ ലീയുടെ തന്നെ പടമുള്ള ഒരു കറൻസിയും ഡാൻബിക്ക് ലീ കൊടുക്കുന്നു. അങ്ങനെ അവർ വളരെ ഹാപ്പിയായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ അമ്മയെ പറ്റി ഓർത്ത് ഡാൻബി പൊട്ടിക്കരയുമ്പോൾ ലീ അവളെ ആശ്വസിപ്പിക്കുന്നു.
ആശ്വസിപ്പിക്കുന്നു. ഇവര് രണ്ടുപേരും കടപ്പുറത്ത് ഇങ്ങനെ ഒന്നിച്ചുള്ളപ്പോൾ തന്നെ റാണി പാർക്കിന്റെ കൂടെയായിരുന്നു അന്ന് രാത്രി ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം ഡാൻബി രാജാവിന്റെ കൂടെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അവൾക്കറിയാവുന്ന പല പല കാര്യങ്ങൾ കൊണ്ട് അവള് ആ നാട്ടിലെ ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നേരെ ആരോപണം വന്ന പോലെ ഇവളൊരു ചാര വനിതയൊന്നുമല്ല എന്ന കാര്യം പ്രൂവ് ആയതുകൊണ്ട് അവൾക്കിപ്പോൾ ഫ്രീ ആയി ആ നാട്ടിൽ എന്തും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഓരോ ടൂൾസ് ഉണ്ടാക്കാനായി ഡാൻബിയെ പാർക്ക് സഹായിച്ചതുകൊണ്ട് പാർക്കിന് പ്രമോഷനും കൊടുക്കുന്നു. അങ്ങനെ ഡാൻബി വീണ്ടും കൊട്ടാരത്തിൽ മഹാരാജാവായ ലീയുടെ കൂടെ ലീയെ ഓരോന്നും പഠിപ്പിച്ച് സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഇരിക്കെ ലീയുടെ ഭാര്യയായ റാണിയുമായും ഡാൻബി സംസാരിച്ച് സൗഹൃദത്തിലാകുന്നു. ഡാൻബി മുന്നേ രാജാവിന് കൊടുത്ത് രാജാവിന് വയറിളക്കം വന്ന ആ നൂഡിൽസ് റാണിക്ക് കഴിക്കാനായി കൊടുക്കുന്നു. റാണിക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ റാണി വരച്ച മനോഹരമായ ചിത്രങ്ങൾ റാണി ഡാൻബിയെയും കാണിക്കുന്നു. രാജാവിന് ഡാൻബിയെ ഇഷ്ടമാണെന്ന് അറിയാവുന്ന റാണി അവളെ രാജാവിന്റെ കൂടെ കല്യാണം കഴിക്കാതെ താമസിക്കുന്ന സ്ത്രീയാക്കാനായി തയ്യാറാകുന്നു. അതായത് രാജാവിന്റെ ഇഷ്ടപ്രകാരം രാജാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വെറും ഒരു ദാസി. അങ്ങനെ അതിനായി കുളിച്ചൊരുക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഡാൻബിയെ അണിയിച്ചൊരുക്കുന്നു. അന്ന് രാത്രി ഡാൻബിയെ രാജാവിന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയം ഡാൻബി താൻ ഇപ്പോഴും ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്, തന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ രാജാവ് ഒരിക്കലും ഡാൻബിയുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തെ തൊടില്ല എന്ന് പറയുന്നു. അതിനുശേഷം അവര് ഒരു ചെറിയ മറവിന്റെ അപ്പുറവും ഇപ്പുറവും രാത്രി ഉറങ്ങാനായി കിടക്കുന്നു. രാത്രി നല്ല മഴ പെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ മഴയുള്ള സമയം ഞാൻ പോകുമെന്ന് ഡാൻബി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്ന രാജാവ് അവൾ പോകാതിരിക്കാനായി വേഗം എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്ന് കിടക്കുന്നു. രാജാവ് ഡാൻബിയെ ഒഫീഷ്യലി കല്യാണം കഴിച്ച് തന്റെ കൂടെ ഇവിടെ ജീവിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഡാൻബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ നിൽക്കണോ പോകണോ എന്ത് ചെയ്യണമെന്ന് അവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് എത്തിയ റാണി ഡാൻബിയെ മഹാരാജാവിന്റെ അമ്മയെ കാണിക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. ലീയുടെ അമ്മയെ കണ്ടപാടെ ഡാൻബിക്ക് സ്വന്തം അമ്മയാണ് ഓർമ്മ വന്നത്. അവൾ വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നു. കാരണം അവൾ അവളുടെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു. അന്ന് രാത്രി നന്നായി ആലോചിച്ചൊരു തീരുമാനം ഡാൻബി എടുക്കുന്നു. അവൾക്ക് ഇവിടെ നിന്ന് അണിയാൻ കൊടുത്ത വസ്ത്രമെല്ലാം ഊരിവെച്ച് അവൾ ഇവിടേക്ക് എത്തിയ സമയം അണിഞ്ഞിരുന്ന സ്കൂൾ യൂണിഫോം എടുത്തു ധരിക്കുന്നു. ലീ ഡാൻബിയെ ഈ വേഷത്തിൽ കാണുമ്പോൾ ആകെ അമ്പരക്കുകയാണ്. ലീ ഡാൻബി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവളെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഡാൻബിക്ക് ഒരു സമ്മാനം കൊടുത്ത ശേഷം ലീ ഇവിടം വിട്ട് പോകാതെ തന്റെ കൂടെ ഇവിടെ തന്നെ നിന്നുകൂടെ, തന്റെ നാടിനും നാട്ടുകാർക്കും അറിവുകൾ പകർന്നു നൽകിക്കൂടെ എന്നെല്ലാം ചോദിക്കുന്നു. പക്ഷേ ഡാൻബി അതിന് തയ്യാറല്ല. ലീ കൊടുത്ത സമ്മാനം തിരികെ നൽകിയ ശേഷം ഡാൻബി അവൾക്ക് തിരികെ പോകണമെന്ന് പറയുന്നു. തന്റെ ഈ തീരുമാനത്തിന് ഡാൻബി ലീയോട് മാപ്പ് ചോദിക്കുന്നു. ഡാൻബിയുടെ തീരുമാനം കേൾക്കുന്ന ലീ വളരെ അപ്സെറ്റായി ആ മുറി വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഡാൻബി അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ്. ഈ സമയം ഡാൻബിയെ ആക്രമിക്കാനായി റാണിയുടെ അച്ഛൻ പറഞ്ഞുവിട്ട ഗുണ്ടകൾ അവിടേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ലീയുടെ ആ ഒരു പേപ്പർ വർക്കുകളെല്ലാം കത്തിക്കുകയും ഡാൻബിയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തന്റെ മകളുടെ ജീവിതം തകർത്തത് ഡാൻബി ആണെന്ന തെറ്റിദ്ധാരണയിലാണ് റാണിയുടെ അച്ഛൻ ഇത്തരം ഒരു ആക്രമണം ഡാൻബിക്കെതിരെ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും ഡാൻബി ആക്രമികളുടെ കയ്യിൽ അകപ്പെട്ടു. ഡാൻബി അപകടത്തിലാണെന്ന കാര്യം റാണി വഴി രാജാവ് അറിയുന്നു. അങ്ങനെ തീ കത്തിപ്പടരുന്ന ആ മുറിയിൽ ചെന്ന് ലീ ഡാൻബിയെ രക്ഷിക്കുന്നു. ഡാൻബിക്ക് ഭാഗ്യവശാൽ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഡാൻബിയെ ആക്രമികൾ വാളുകൊണ്ട് കുത്തിയെങ്കിലും കുത്തേറ്റത് അവളുടെ ബാഗിൽ ഉണ്ടായിരുന്ന കട്ടിയേറിയ ഒരു പുസ്തകത്തിന്റെ മുകളിലാണ്. അതുകൊണ്ട് ഡാൻബിക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഡാൻബി സേഫ് ആയതുകൊണ്ട് തന്നെ അവൾ മടങ്ങി പോകാൻ ഒരുങ്ങുന്നു. പോകുന്നതിന് മുന്നേ അവള് ലീ കഷ്ടപ്പെട്ടെഴുതിയ ആ കത്തിപ്പോയ കാര്യങ്ങളുടെ എല്ലാം ഒരു പകർപ്പ് ലീക്ക് എഴുതി നൽകുന്നു. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ മനോഹരമായിരുന്നു, എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞ് അവള് യാത്ര പറയുന്നു. പോകുന്നതിന് മുന്നേ തന്നെ ഒരിക്കൽ സഹായിച്ച പാർക്കിനെയും കണ്ട് യാത്ര പറയാനായി ഡാൻബി മറന്നില്ല. അങ്ങനെ ഡാൻബി ലീയുടെ കൂടെ കുതിരപ്പുറത്ത് ബീച്ചിലേക്ക് പുറപ്പെടുന്നു. കടപ്പുറത്ത് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയെ സാക്ഷിയാക്കി രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിയുന്നു. വെള്ളമാണ് ഡാൻബിയെ ഈ ഒരു ലോകത്തേക്ക് എത്തിച്ചത്. അതേ വെള്ളത്തിലൂടെ ടൈം ട്രാവൽ ചെയ്ത് ഡാൻബി അവള് മുന്നേ ഇരുന്ന് അതേ പാർക്കിലെത്തുന്നു. അവള് അപ്രത്യക്ഷയായ ആ ഒരു സമയത്ത് തന്നെയാണ് അവളിപ്പോൾ തിരിച്ച് എത്തിയിരിക്കുന്നത്. ഒരുപാട് നേരം കടന്നുപോയെങ്കിലും യഥാർത്ഥത്തിൽ ഈ വേൾഡിൽ അതേ സമയം തന്നെയാണ് നിലനിൽക്കുന്നത്. അവള് വേഗം തന്നെ ഒന്നും ആലോചിക്കാതെ അവള് എഴുതണ്ട എന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന് അതേ എക്സാം തന്നെ എഴുതാനായി തീരുമാനിച്ച് എക്സാം ഹാളിലേക്ക് ചെല്ലുന്നു. ഭാഗ്യവശാൽ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവിജിലേറ്റർ അവളെ എക്സാം എഴുതാൻ അനുവദിക്കുന്നു. എക്സാം എഴുതാൻ ഇരിക്കുന്ന സമയം ഡാൻബി ലീ എപ്പോഴും വിദ്യാഭ്യാസത്തെ പറ്റിയും അറിവിനെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം സംസാരിച്ചത് ഓർത്ത് അവൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ ആൻസർ ഷീറ്റിൽ പകർത്തി വെക്കുന്നു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ ഡാൻബി അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മ അവൾ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് കരയാണ്. അമ്മയ്ക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഡാൻബിക്കല്ലേ അറിയൂ, അവള് എക്സാം എഴുതാൻ പോയതിന്റെ ഇടയിൽ ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു ലോകത്തെത്തിയെന്നും അവിടെ അവൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്തു എന്നും. അങ്ങനെ എക്സാം ഒക്കെ എഴുതി
ഡാൻബി സ്വസ്ഥമായിരിക്കുകയാണ്. അവളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ട്. അവിടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സോയുണ്ട്. ഇതേ സോയുടെ ഫേസ് കട്ടായിരുന്നു റാണിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന ടിവിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന പയ്യനെ കണ്ട് ഡാൻബി ഞെട്ടിപ്പോവാണ്. കാരണം അവള് ടൈം ട്രാവൽ ചെയ്ത് പോയ സമയം കണ്ട മഹാരാജാവായ ലീയുടെ അതേ ഫേസ് കട്ടാണ് ഈ പയ്യൻ ഉണ്ടായിരുന്നത്. ഡാൻബി വല്ലാതെ അതിശയിച്ചു നിൽക്കുന്നു. അങ്ങനെ പിന്നീട് അവള് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വെളിയിൽ തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അവൾ ആഞ്ഞു ചവിട്ടാൻ നോക്കുന്നു. മുന്നേ ടൈം ട്രാവൽ ചെയ്തതുപോലെ സംഭവിക്കുമോ എന്നറിയാനായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ സമയം മഴ നനയാതിരിക്കാനായി ഡാൻബിയുടെ നേരെ ആരോ കൊട നീട്ടുന്നു. ആരാണെന്ന് അവൾ നോക്കുമ്പോൾ അവൾ ടിവിയിൽ കണ്ട ലീഡ് അതേ മുഖഷേപ്പുള്ള ആ പയ്യനായിരുന്നു അത്. അയാൾ ഡാൻബിയെ കണ്ടപാടെ ഞാൻ നിന്നെ ഇതിനു മുന്നേ ഒരു ദിവസം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതെന്നാണെന്ന് വെച്ചാൽ ഡാൻബി എക്സാം എഴുതാനായി എക്സാം ഹാളിലേക്ക് വീട്ടിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതേ ബസ്സിൽ ഈ പയ്യനും ഉണ്ടായിരുന്നു. ആ ദിവസമാണല്ലോ ഡാൻബി ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലഘട്ടത്തിലേക്ക് പോയി ലീയെ കണ്ടതൊക്കെ. അന്ന് അവളുടെ പുസ്തകങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ സമയം ഈ പയ്യൻ അതെല്ലാം എടുക്കാൻ അവളെ സഹായിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എക്സാമിന്റെ ടെൻഷനിൽ ഇരുന്ന കാരണം ഡാൻബി അതൊന്നും ഓർത്തതേയില്ല. അങ്ങനെ എന്തായാലും ടൈം ട്രാവൽ ചെയ്ത് താൻ പരിചയപ്പെട്ട തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലീയുടെ അതേ ഷേപ്പുള്ള ഇയാളുമായി ഇപ്പോൾ മിണ്ടിയും പറഞ്ഞും ഡാൻബി നല്ലൊരു റിലേഷനിലാകുന്നു. മുന്നേ ഒന്നിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഓരോ സാഹചര്യങ്ങൾ മൂലം ഒന്നിക്കാൻ പറ്റാതെ പോയ ഇവർ ഈ ഒരു സമയത്ത് നല്ലൊരു കപ്പിളായി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഫാന്റസി ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.